സങ്കീർത്തനങ്ങൾ 37 23, 24, 25 വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. സങ്കീർത്തനങ്ങൾ 37, 23, 24, 25. എല്ലാവരും വചനമെടുത്തെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വായിക്കാം. ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനത്തെ സ്ഥിരമാക്കുന്നു. അവൻ വീണാലും നിലംപരിചാകയില്ല. യഹോവ അവനെ കൈപിടിച്ച് താങ്ങുന്നു. ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരമിരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. വിശുദ്ധ തിരുവെഴുത്ത് നാം ആദിയോടന്തം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതുണ്ട്. ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ച് ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തി, അവന് പറയുവാൻ കഴിയും, ഞാൻ എൻ്റെ ദൈവത്തെ കണ്ട നാൾ മുതൽ ഇന്നുവരെയും ഒന്നിനും കുറവില്ലാതെ സകലത്തിനും സർവത്തിനും നിറവുള്ളവനായി ദൈവം എന്നെ നടത്തുന്നു. സ്തോത്രം. ഈ നല്ല പകലിൽ നിന്നെയും എന്നെയും ഇന്നുവരെയും കരുതി നടത്തിയത് സർവശക്തനായ ദൈവമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ, സ്തോത്രം, ദൈവത്തിന് വിശുദ്ധ കരമോർത്തിന് നല്ല ഹല്ലേലൂയ പറ. സ്തോത്രം. നമ്മുടെ കർത്താവ് വിളിച്ചിട്ട് വഴിയിലിട്ടേച്ച് പോകത്തില്ല. ലോകത്തിൽ ആരുടെയൊക്കെ പുറകെ നാം പോയാലും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ നമ്മെ അവരെല്ലാം തള്ളിക്കളയും. സ്തോത്രം. എന്നാൽ എൻ്റെ കർത്താവിൻ്റെ പിന്നാലെ നാം അനുഗമിച്ചാൽ ഒരിക്കലും നാം തളർന്ന് പിന്മാറിപ്പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. കർത്താവ് നമുക്ക് ബലം തന്ന് നമ്മെ കരം പിടിച്ച് നടത്തും. സ്തോത്രം. ഇത്ര നല്ല ദൈവത്തിന് മഹത്വം കൊടുത്താൽ തീർച്ചയായും നാം തകർന്നു പോകത്തില്ല. ലോകത്തിൽ മറ്റെന്തിൻ്റെ പുറകെ നാം യാത്ര ചെയ്താലും പലപ്പോഴും നാം തിരിഞ്ഞു നോക്കേണ്ടി വരും. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്താൽ ഒരിക്കലും തിരിഞ്ഞു നോക്കുവാൻ ഇടയാകത്തില്ല. കാരണം മുൻപേ കർത്താവിൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പാൻ നാം തയ്യാറായാൽ പിൻപിൽ നമുക്ക് വേണ്ടതെല്ലാം സർവശക്തനായ ദൈവം കരുതും. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം നാം എടുത്തൊന്ന് പഠിച്ചാൽ അവിടെ സർവശക്തനായ ദൈവം ഒരു അബ്രഹാമിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അബ്രഹാമേ, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ വരിക, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിൻ്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നോക്ക്, ഈ വാഗ്ദത്തം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അന്ന് വരെയും താൻ കേട്ടിട്ടുള്ളതല്ല. ഓരോ ദിവസവും തൻ്റെ ഉപജീവന മാർഗത്തിന് വേണ്ടി താൻ പാടുപെട്ട് മാർക്കറ്റിൽ പോയി അപ്പനുണ്ടാക്കി കൊടുക്കുന്ന ബിംബങ്ങളെ വിറ്റ് ഉപജീവനം കഴിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച് തൻ്റെ ആഗ്രഹങ്ങളുടെ പൂർണ്ണത അതിൻ്റെ മഹത്വമായി വെളിപ്പെടാതെ നിരാശപ്പെട്ട് താൻ സന്ധ്യയുടെ യാമങ്ങളിൽ മടങ്ങി വന്ന് വീട്ടിലിരുന്ന് കണക്ക് നോക്കി വ്യാകുലപ്പെടാറുണ്ടായിരുന്നു. എന്നാൽ സർവശക്തനായ ദൈവം തന്നോട് പറഞ്ഞത് എന്തുവാ? നീ ഒരു അനുഗ്രഹമാ, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിൻ്റെ പേര് ഞാൻ വലുതാക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൻ അന്ന് വരെ കേട്ടതിനപ്പുറത്തൊരു മഹത്വമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആ ശബ്ദത്തെ പിൻപറ്റിക്കൊണ്ട് പുറപ്പെട്ടത് കൊണ്ട് വിശുദ്ധ തിരുവെഴുത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, അവൻ അത് നീതിയായി കണക്കിട്ടെന്ന്. അങ്ങനെയെങ്കിൽ ഈ നല്ല പകലിൽ നിങ്ങളോട് പറയട്ടെ, യേശു അപ്പൻ പറയുന്നത് കേട്ട് അപ്പൻ്റെ വചനമനുസരിച്ച് അത് പ്രകാരം നീ ഇറങ്ങി പുറപ്പെട്ടാൽ നീ മാത്രമല്ല, നിൻ്റെ സന്തതി മാത്രമല്ല, നിൻ്റെ കുടുംബം മുഴുവനും അനുഗ്രഹിക്കപ്പെടുന്നത് കാണുവാൻ ഇടയായി തീരും. നോക്ക്, ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഒരു മനുഷ്യൻ്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ, സ്തോത്രം, ദൈവപ്രസാദം നിൻ്റെ മേൽ കടന്നു വരണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് അനുസരിച്ച് നീ യാത്ര ചെയ്യാൻ തയ്യാറാകണം. സ്തോത്രം. ദൈവപ്രസാദം നിന്നോട് കൂടെ ഇരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നീ മാറരുത്. കർത്താവ് പറഞ്ഞു, ലോകത്തിൽ
കഷ്ടമുണ്ട്. സ്വത്രം. ലോകത്തിൽ രോഗമുണ്ട്, ലോകത്തിൽ നിന്ദയുണ്ട്, ലോകത്തിൽ പരിഹാസമുണ്ട്, ലോകത്തിൽ ഒറ്റപ്പെടലുണ്ട്. സ്വത്രം. ഇതെല്ലാം എൻ്റെ കർത്താവ് അനുഭവിച്ചിട്ടാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കഷ്ടവും രോഗവും ദുഃഖവും ഒറ്റപ്പെടലും എല്ലാം സഹിച്ച ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ഇക്കാലത്തെ കഷ്ടം സാരമില്ല എന്ന് എണ്ണിക്കൊണ്ട് എന്നെ അനുഗമിപ്പാൻ നീ തയ്യാറായാൽ നീ അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. നീ ഉയർച്ച പ്രാപിക്കും. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഉയർത്താമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ നീ താണിരിക്കണം. സ്തോത്രം. ഈ നല്ല പകലിൽ പറയട്ടെ, ആരൊക്കെ ദൈവവചനം കേട്ട് അതനുസരിച്ച് അത് പ്രകാരം ദൈവസനെ താഴ്ത്തി കൊടുത്തിട്ടുണ്ടോ അവരെല്ലാം ഉയർത്തപ്പെട്ടിട്ടുണ്ട്. സ്തോത്രം. അവരെല്ലാം ദേശത്ത് മാനിക്കപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാം തല ഉയർത്തി നിന്നുകൊണ്ട് വിളിച്ച് പറയുന്നുണ്ട്, എന്നെ ശക്തനാക്കുന്നവർ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനെന്ന്. ഈ നല്ല പകലിൽ പ്രിയ ദൈവ പൈതലേ, നിങ്ങളോട് പറയട്ടെ, എൻ്റെ ദൈവത്തിനൊന്നും അസാധ്യമല്ല. എൻ്റെ ദൈവം സകലതും സത്യമാക്കാൻ കഴിവുള്ളവനാകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്ന അനുസരിച്ച് അത് പ്രകാരം നീ യാത്ര ചെയ്യാൻ ശ്രമിക്ക്. ഒരു നാളും നീ തകർന്നു പോകുവാൻ ഇടവരത്തില്ല. ലോകം പറയും നീ ഇങ്ങനെ വിശ്വസിച്ചത് കൊണ്ട് നിനക്കെന്ത് പ്രയോജനം. നോക്ക്, ലോകത്തിൽ ജീവിക്കുന്നവർക്ക് എന്തെല്ലാം നന്മയുണ്ട്, എന്നാൽ നിനക്കോ നീ ആഗ്രഹിക്കുന്ന നന്മ ഇതുവരെ നീ പ്രാപിച്ചെടുത്തില്ലല്ലോ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് തകർന്നു പോകാൻ സാധ്യതയുണ്ട്. ലോകത്തിലെ തലമുറയെ കണ്ട് അവരുടെ നന്മകളെ ഉയർത്തിപ്പിടിച്ചിട്ട് പറയും, നിന്റെ തലമുറയ്ക്ക് ഇതുവരെ ഒരു നന്മ ഉണ്ടായില്ലല്ലോ. നീ ഇത്രയും പ്രാർത്ഥിച്ചിട്ട്, നീ ഇത്രയും ആരാധിച്ചിട്ട്, നീ ഇത്രയും ദൈവസന്നിധി പോയിട്ട് നിനക്കൊരു നന്മയും ലഭിച്ചില്ലല്ലോ എന്ന് ലോകം പറയുമ്പോൾ അത് കേട്ട് ദൈവപ്പൈതലേ നീ ക്ഷീണിച്ച് പോകരുത്. അത് കേട്ട് ദൈവപ്പൈതലേ നീ അവിശ്വസിക്കരുത്. കാരണം എൻ്റെ കർത്താവ് വിശ്വസ്തന. അവൻ വാക്ക് പറഞ്ഞാൽ മാറത്തില്ല. സ്തോത്രം. ആണ്ടുകൾ കഴിയും മുമ്പേ ജീവിപ്പിക്കാമെന്ന് പറഞ്ഞ സർവശക്തനിൽ നീ പൂർണ്ണമായി വിശ്വസിക്ക്. അവൻ നിന്നെ ഉയർത്തി മാനിക്കുമ്പോൾ നിന്നെ കുറ്റം പറഞ്ഞവരും നിന്നെ നിന്ദിച്ചവരും നിന്നെ താഴ്ത്തിക്കെട്ടവരും നിന്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്നത് നിനക്ക് കാണുവാൻ കഴിയും. നോക്ക്, ദൈവത്തിൻ്റെ വചനം നാം വ്യക്തമായി പഠിപ്പിക്കുന്നതാണ്. സ്തോത്രം. നീ ദുഷ്പ്രവർത്തിക്കാരുടെ വാക്ക് കേട്ട് നീതികേട് ചെയ്യുന്നവരുടെ പ്രവൃത്തി കണ്ട് നീ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് നോക്കാതെ വിശ്വാസത്തിന് നായകനും പൂർത്തിവരുത്തുമായ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കണം. വചനം പറയുന്നു, ദുഷ്പ്രവർത്തിക്കാർ ഛേദിക്കപ്പെടും. സ്തോത്രം. അവൻ പുല്ലുപോലെ വാടിപ്പോകും. സ്തോത്രം. നീയോ എന്നേക്കും തഴച്ചു വളരുന്ന വൃക്ഷം പോലെ, ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ നീ തഴച്ചു വളരേണ്ടതിന് സ്വർഗത്തിലെ അപ്പൻ്റെ ആത്മാവ് കൊണ്ട് നിന്നെ ശക്തീകരിക്കും. ഈ നല്ല പകലിൽ പറയട്ടെ, ദുഷ്ടൻ നശിച്ചു പോകും, നീതിമാനോ എന്നേക്ക് നിലനിൽക്കും. അതുകൊണ്ട് ലോകം പറയുന്നതിന് മറുപടി പറയാതെ മിണ്ടാതെ ഇരുന്ന് ദൈവമെന്ന് നീ അറിയുന്നുവെങ്കിൽ, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നുവെങ്കിൽ, കാര്യസാധ്യം പ്രാപിക്കാൻ വരുന്നവൻ്റെ വാക്ക് കേട്ടിട്ട് പിന്മാറ്റത്തിലേക്ക് പോകാതെ കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് നിൽപ്പാൻ തയ്യാറാകുമെങ്കിൽ 37 വാക്യം പറയുന്നത് പോലെ സർവശക്തൻ്റെ മഹത്വം നീ കാണും. സ്തോത്രം. എൻ്റെ കർത്താവ് തൻ്റെ പ്രവൃത്തി തികച്ചെടുക്കുമ്പോൾ ആരുടെയും മുമ്പിൽ ആരൊക്കെ അവൻ്റെ അടുക്കൽ വന്നോ ഇല്ല എന്ന് എൻ്റെ കർത്താവ് പറഞ്ഞിട്ടില്ല. സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ കുറച്ച് കഴിയട്ടെ, എന്നെക്കൊണ്ട് കഴിയുമെങ്കിൽ ഞാൻ ചെയ്തു തരാമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. രോഗം ബാധിച്ചവൻ വന്നെങ്കിൽ അവൻ സൗഖ്യത്തോടെ കടന്നുപോയി. ഭൂതം ബാധിച്ചവൻ വന്നെങ്കിൽ അവൻ ഭൂതം വിടുവിക്കപ്പെട്ടവനായി കടന്നുപോയി. സ്തോത്രം. സാമ്പത്തികമായി തകർച്ചയിൽ കടന്നു വന്നെങ്കിൽ അവൻ്റെ തകർച്ച മാറി അവൻ ജയിച്ചവനായി മുൻപോട്ട് പോയി. സ്തോത്രം. തളർവാദം പിടിച്ച് വർഷങ്ങളായി തകർന്നു കിടന്നവൻ ഇനി ആരും തന്നെ സഹായിപ്പാനില്ല എന്ന് പറഞ്ഞ് നിരാശയോടെ കുളക്കരയിൽ കിടന്നപ്പോൾ അവനോടും പറഞ്ഞ്, നീ ഇനി ഇവിടെ കിടക്കണ്ട, നിൻ്റെ കിടക്ക എടുത്ത് നടക്കുക. ഇന്ന് പകൽക്കാലം പറയട്ടെ,
നിന്നെയും എന്നെയും മാരകമായ രോഗത്തിൽ നിന്ന്, മാരകമായ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് രക്ഷിപ്പാൻ ആരുമില്ലാതെ ഈ ജീവിതം ഇങ്ങനെ തന്നെ അവസാനിക്കുമെന്ന് പറഞ്ഞ് തേങ്ങിക്കരഞ്ഞപ്പോൾ കരയണ്ട എന്ന് പറഞ്ഞ് നിൻ്റെയും എൻ്റെയും അടുക്കൽ വന്ന് നിന്നെയും എന്നെയും കൈപിടിച്ചുയർത്തിയ കർത്താവ് ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നെന്ന് നിനക്കും എനിക്കും മനസ്സിലാകുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയാ, എൻ്റെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ലെന്ന്, എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി പോലെ മറ്റാർക്കും പ്രവർത്തിപ്പാൻ കഴിയത്തില്ലെന്ന് നീ ലോകത്തോട് പറ. ലോകം നിന്നെ കാണുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ മഹത്വം കാണും. നീ ജീവിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാല കുഞ്ഞെ. മരണം നിന്നെ കടന്നു പിടിക്കാമായിരുന്നു, രോഗം നിന്നെ തളർത്തി കിടത്താമായിരുന്നു, ആപത്തുകളും അനർത്ഥങ്ങളും കഷ്ടങ്ങളും നിന്നെ കടന്നു പിടിക്കാമായിരുന്നു. അവിടെയെല്ലാം അതിലൊന്നും പെടുത്താതെ വണ്ണം നിന്നെ പരിപാലിച്ച ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലിയതാണെന്ന് ഓർക്കണം. സ്തോത്രം. നിന്നിൽ പ്രസാദിച്ച ദൈവത്തിൻ്റെ മഹത്വമുണ്ടല്ലോ, നിന്നിൽ മാത്രമല്ല നിൻ്റെ തലമുറയിലും വെളിപ്പെടും. സ്തോത്രം. ഒരു കാലത്ത് ആരും സഹായിപ്പാനില്ലാതെ എല്ലാവരാലും നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായി നീ യാത്ര ചെയ്തപ്പോൾ ആരെനിക്ക് വേണ്ടി ഒരു സഹായക്കരം നീട്ടുമെന്ന് നീ ചോദിച്ചില്ലേ? നീ കണ്ടവരും നിന്നോട് കൂടെ നിന്നവരുമെല്ലാം നിന്റെ തകർച്ചയിൽ നിന്നെ ഇട്ടേച്ച് പോയപ്പം നിന്നെ തേടി വന്ന യേശുവിൻ്റെ സ്നേഹത്തെ ഇന്ന് നിനക്ക് അനുഭവിപ്പാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പെട്ടെ ആ സ്നേഹം നീ ലോകത്തോട് പറ. മറ്റാർക്കും തരാത്ത ഒരു സ്നേഹം എൻ്റെ യേശുപ്പൻ നിനക്ക് തരും. വാ, എൻ്റെ യേശുപ്പൻ നിന്നെ അനുഗ്രഹിപ്പാൻ ശക്തനാണെന്ന് ഇന്ന് പകൽക്കാലം എന്ന് പറഞ്ഞ് നിൻ്റെ മേലുള്ള ദൈവകൃപ മറ്റുള്ളവർക്ക് പകർന്നു കൊടുപ്പാൻ നീ ഒന്ന് തയ്യാറാക്. ലോകം നിന്നെ നോക്കി പഴിക്കുമ്പോൾ, കുറ്റം പറയുമ്പോൾ, നിൻ്റെ മക്കൾ ഉയരത്തില്ലെന്ന് പറയുമ്പോൾ, നിൻ്റെ കൂട്ടാളി രക്ഷ പ്രാപിക്കത്തില്ലെന്ന് പറയുമ്പോൾ കുഞ്ഞെ നീ നിരാശപ്പെടണ്ട. എൻ്റെ കർത്താവ് ഉള്ളിടത്തോളം കാലം നിൻ്റെ തലമുറയും അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ കൂട്ടാളി രക്ഷ പ്രാപിക്കുകയും ചെയ്യും. ലോകത്തിൻ്റെ വാക്ക് കേട്ട് നിരാശപ്പെടാതെ വചനം പറയുന്ന പ്രകാരം അവന് മഹത്വം കൊടുക്ക്. ലോകത്തിലെ ഏത് മനുഷ്യനും പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ചെയ്യുന്നതിനും പരിധിയുണ്ട്. ആ പരിധി കഴിഞ്ഞാൽ അവരെല്ലാം സോറി പറഞ്ഞകന്നു പോകും. എന്തുകൊണ്ടാണെന്നറിയാമോ? അവൻ്റെ പ്രയത്നം വിഫലമാണ്. സ്വത്രം. അവൻ്റെ സംസാരത്തിന് ഒരു പൂർണ്ണതയില്ല, അവൻ്റെ വാക്കുകൾക്ക് ഒരു പൂർണ്ണതയില്ല. എന്നാൽ എൻ്റെ ദൈവം എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ ദൈവം തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ ദൈവം കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലോകത്തിൽ ആരെല്ലാം എതിര് നിന്നാലും എൻ്റെ കർത്താവ് വാക്ക് പാലിക്കും. സ്തോത്രം. ഇത്ര നല്ല ദൈവത്തെ സ്തുതിപ്പാൻ കിട്ടിയ ഭാഗ്യമുണ്ടല്ലോ, ഇത് മുഴുലോകത്തേക്കാൾ വലിയതാ. സ്തോത്രം. നോക്ക്, ഒരു സ്വപ്നം കണ്ടതിൻ്റെ പേരിൽ തൻ്റെ ആ സ്വപ്നത്തിൻ്റെ പൂർണ്ണത തനിക്കറിയത്തില്ല. പക്ഷേ സ്വപ്നം ഏറ്റവും രസകരമായ സ്വപ്നമാണ്. സ്വത്രം. ആ സ്വപ്നം തൻ്റെ അപ്പനോടൊന്ന് പറഞ്ഞു യോസെഫ്. സ്വത്രം പറഞ്ഞപ്പോൾ ആ സ്വപ്നത്തിൻ്റെ ആഴവും അർത്ഥവും മനസ്സിലാക്കിയ യോസെഫിനെ ചേർത്ത് പിടിക്കേണ്ട അപ്പൻ അവനെ പഴിക്കുകയും ദുഷിക്കുകയും കുറ്റം പറയും ശാസിക്കുക ചെയ്തത്. എന്തെന്നറിയാമോ? അതിൻ്റെ കാരണം അവൻ കണ്ട സ്വപ്നത്തിൻ്റെ ആഴം അത്ര വലുതായിരുന്നു. ആ സ്വപ്നം അവൻ കണ്ടതല്ല, സ്വർഗത്തിലെ ദൈവം അവനെ കാണിച്ചു കൊടുത്തതാ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ അപ്പൻ പണ്ടൊരു സ്വപ്നം കണ്ടു. സ്വത്രം. അപ്പൻ പണ്ടൊരു ദർശനം കണ്ടു. സ്വത്രം. ആ കണ്ട ദർശനം അപ്പൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടത് അപ്പൻ അറിയാം. പക്ഷേ ഈ സ്വപ്നത്തിനകത്ത് ഒരു വലിയ കുഴപ്പം കിടക്കുന്നു. സ്തോത്രം. അപ്പനും ബാക്കിയുള്ള കൂടപ്പിറപ്പുകളും ആരെ നമസ്കരിക്കുന്നതായിട്ട് ആ സ്വപ്നത്തിൻ്റെ അർത്ഥം സ്വത്രം യോസെഫിനെ നമസ്കരിക്കുന്നതായിട്ട്. വീട്ടിലെ ഇളയ കുഞ്ഞിനെ മൂത്തവരും അപ്പനും അമ്മയും നമസ്കരിക്കുന്നു. അതാണ് അവർക്ക് ഇഷ്ടപ്പെടാതെ പോയത്. ബാക്കിയെല്ലാം നല്ലതാണ്. കാരണം സ്വപ്നം നല്ലതാ, കറ്റ നല്ലതാ, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും നല്ലതാ. പക്ഷേ യോസെഫിനെ നമസ്കരിക്കുന്നു എന്ന് ആർക്ക് മനസ്സിലായി? സ്വപ്നം കേട്ട അപ്പന് മനസ്സിലായി. പ്രിയ ദൈവ പൈതലേ, ഈ നല്ല പകലിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നീ യേശുവിനെ ആരാധിക്കാൻ പോയാൽ, നീ യേശുവിനെ അംഗീകരിച്ചാൽ, ഈ യേശുവിൻ്റെ വചനം നീ ചുമന്നാൽ, ഈ ലോകത്തുള്ള സകലരും നിന്നെ നമസ്കരിക്കും, നിൻ്റെ മുമ്പിൽ തലകുനിക്കും. സ്വത്രം. നിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി അവർക്ക് വരേണ്ടി വരും. അത് ഈ പിശാചിന് നന്നായിട്ടറിയാം.
അതുകൊണ്ട് പിശാച് മറ്റുള്ളവരെല്ലാം കരങ്ങളെടുത്തിട്ട് നിൻ്റെ വിശ്വാസ ജീവിതത്തെ എങ്ങനെ നശിപ്പിക്കാം, നിൻ്റെ പ്രത്യാശ എങ്ങനെ ഇല്ലാതാക്കാം, നിൻ്റെ സന്തോഷകരമായ ജീവിതത്തെ എങ്ങനെ താറുമാറാക്കാം എന്ന് ചിന്തിച്ച് പല പദ്ധതികൾ പിശാച് ഒരുക്കി നിൻ്റെ മുൻപാകെ കൊണ്ടുവന്ന് നിന്നെ മാറിയും തിരിഞ്ഞും അടിക്കും. സ്തോത്രം. അത് കൊള്ളുമ്പോൾ നിൻ്റെ വിശ്വാസത്തിൽ നിന്ന് നീ പതറിപ്പോകാൻ സാധ്യതയുണ്ട്. നീ ആഗ്രഹം വെച്ച നിൻ്റെ കർത്താവിൽ നിന്ന് നീ അകന്നു പോകാൻ സാധ്യതയുണ്ട്. സ്തോത്രം. അത് ആർക്കറിയാം? നിനക്കറിയത്തില്ല, പക്ഷേ പിശാചിനറിയാം. സ്തോത്രം. അതുകൊണ്ട് അവൻ ഏത് തരത്തിലും നിൻ്റെ വിശ്വാസവും നീ കണ്ട ദർശനവും ഇല്ലാതാക്കുവാൻ അവൻ ശ്രമിക്കും. സ്തോത്രം. ഇവിടെ അപ്പൻ സ്വപ്നം കണ്ട്, അത് സ്വർഗത്തിൽ അപ്പൻ കൊടുത്ത സ്വപ്നമായിരുന്നു. അത് തന്നെ ഇപ്പം ദണ്ട്ര മോൻ കണ്ടു. സ്തോത്രം. അത് ആർക്കിഷ്ടപ്പെട്ടില്ല? അപ്പൻ ഇഷ്ടപ്പെട്ടില്ല. ഈ നല്ല പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, തലമുറയായി വാക്ക് മാറാതെ വിശ്വസ്തനായി നിൽക്കുന്ന ദൈവം കൊടുത്ത ദർശനത്തിൻ്റെ പൂർണ്ണത മനസ്സിലാക്കി ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടുന്നവർ ആ സ്വപ്നത്തെ ശാസിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, നീ കാണുന്ന ദർശനം പൂർത്തീകരണത്തിൽ എത്തിക്കാതെ ഇരിക്കണതിന്, നിന്റെ മേലുള്ള വാഗ്ദത്തം അത് നിവർത്തിക്കപ്പെടാതെ ഇരിക്കണതിന്, ദൈവം നിന്നെ കൊണ്ടുപോയി എത്തിക്കാമെന്ന് പറഞ്ഞ സ്ഥലത്ത് നീ എത്താതെ ഇരിക്കണതിന് പല കാരണങ്ങൾ പറഞ്ഞ് നിന്റെ അടുക്കലേക്കും പിശാച് പല വ്യക്തിത്വങ്ങളെ അയക്കും. ഈ നല്ല പകൽക്കാലം പറയട്ടെ, അത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നീ കർത്താവിനെ വിട്ടേച്ചു പോകാതെ, കർത്താവിൻ്റെ വചനം വിട്ടേച്ചു പോകാതെ, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാണ്, മതിയായവളാണെന്ന് പറഞ്ഞ് വചനം നെഞ്ചോട് ചേർത്ത് പിടിച്ച് ദൈവം മുമ്പാകെ നീ നിന്നെ തന്നെ സമർപ്പിക്കാൻ തയ്യാറുണ്ടെങ്കിൽ കുഞ്ഞേ, ഈ നല്ല പകലിൽ പറയട്ടെ, നീ വീണാലും നിലം പരിചാകുവാൻ എൻ്റെ കർത്താവ് സമ്മതിക്കത്തില്ല. നിന്നേക്കാൾ ബലവാന്മാർ, നിന്നേക്കാൾ ഉന്നതന്മാർ നിന്നെ തള്ളിയാലും വീഴാതെ താങ്ങുന്ന ഒരു കരമാണ് നീ പിടിച്ചിരിക്കുന്ന കരമെന്ന് നീ മനസ്സിലാക്കിയിട്ട് എന്തെല്ലാം വന്നാലും എൻ്റെ കർത്താവിൻ്റെ പിന്നാലെ സന്തോഷമാണ് യാത്ര ചെയ്യുമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി നീ ആമേൻ പറ. സ്വത്രം. നീ ഒരിക്കലും തോറ്റുപോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നോക്ക്, യാക്കോബ് യോസേഫിനെ ശാസിച്ചു. യോസേഫോ തൻ്റെ ഹൃദയത്തിൽ ആ സ്വപ്നം പിന്നെയും ഓർത്തു. എന്നാൽ ശാസിക്കുന്നതോടൊപ്പം തന്നെ അപ്പൻ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ചു. എന്തുകൊണ്ടാണെന്നറിയാമോ? ആ സ്വപ്നം ഹൃദയത്തിനകത്ത് സംഗ്രഹിച്ച് വെച്ചത് നടത്തിയ വഴികൾ, കരുതിയ നന്മകൾ അപ്പനറിയാം. ഈ സ്വപ്നം ഒരു സാധാരണ സ്വപ്നമല്ല. എൻ്റെ സന്തതി അങ്ങനെ കണ്ടെങ്കിൽ അത് സംഭവിക്കും. ഒറ്റ കുഴപ്പമേ ഉള്ളൂ. സ്വത്രം. ഈ ഇളയവനെ, ഈ കൊച്ചു മോനെ, കുടുംബത്തിൽ ഏറ്റവും ചെറിയവനെ ബാക്കിയുള്ള സഹോദരങ്ങളെല്ലാം നമസ്കരിക്കുമെന്ന് ഓർത്തപ്പോൾ അത് സഹിച്ചില്ല. അതാണ് അവനെ ശാസിക്കാൻ കാരണം. സ്വത്രം. ഈ നല്ല പകൽ പറയട്ടെ, നീ ഒരു പക്ഷേ പറയും, എനിക്ക് വലിയ വിദ്യാഭ്യാസമില്ല, എനിക്ക് വലിയ സൗന്ദര്യമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല. സ്വത്രം. എനിക്ക് വലിയ അറിവില്ല, എല്ലാവരും എന്നെ ബുദ്ധിയില്ലാത്തവനെന്നും ബുദ്ധിയില്ലാത്തവളെന്നുമാണ് പറയുന്നത്, എല്ലാവരും എന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ എങ്ങനെയായിത്തീരും? നോക്ക്, ഞാനൊരു കാര്യം പറഞ്ഞിട്ട് പോലും അത് കേൾക്കാൻ പോലും ആരും എനിക്ക് ചെവി തരുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെ അത് വിശ്വസിക്കും? കുഞ്ഞെ, ഈ നല്ല പകൽ പറയട്ടെ, ദർശനം തന്നത് സർവശക്തനായ ദൈവമാണെങ്കിൽ സാഹചര്യങ്ങളെ നോക്കാതെ, സ്വത്രം, മനുഷ്യൻ്റെ വാക്ക് കേൾക്കാതെ, നിന്നെ കുറ്റം പറയുന്നവരുടെ വാക്ക് കേട്ടിട്ട് പുറകോട്ട് നോക്കാതെ, അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനായിരുന്നത് പോലെ നിനക്ക് ദർശനം തന്ന ദൈവം വിശ്വസ്തനാ. എൻ്റെ ദൈവം വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായുണ്ട്, അവൻ വാക്ക് മാറത്തില്ല. പലപ്പോഴും സാഹചര്യങ്ങളെയാണ് നാം നോക്കാറുള്ളത്, പക്ഷേ സാഹചര്യങ്ങളെ നോക്കിയാൽ നീ ഒരിക്കലും ദൈവസന്നിധിയിൽ നിൽക്കുകയില്ല. സാഹചര്യങ്ങൾക്കപ്പുറത്ത് ഒരു ദൈവമഹത്വം ഉണ്ടെന്ന് വിശ്വസിക്കുക. സ്വത്രം. സാഹചര്യങ്ങൾക്കപ്പുറത്ത് ഒരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന് വിശ്വസിക്കുക. സ്വത്രം. എൻ്റെ കർത്താവ് സാഹചര്യങ്ങളെ നോക്കിയല്ല പ്രവർത്തിക്കുന്നത്, നിൻ്റെ ഹൃദയത്തിന് ആഗ്രഹം
ആഗ്രഹങ്ങളെ നോക്കിയാണ് പ്രവർത്തിക്കുന്നത്. എൻ്റെ കർത്താവ് സാഹചര്യങ്ങളെ നോക്കിയല്ല നിൻ്റെ അടുക്കൽ വരുന്നത്, സാഹചര്യങ്ങൾക്ക് അപ്പുറത്താണ് നിൻ്റെ അടുക്കൽ വരുന്നത്. നീ എപ്പോൾ ദൈവസേന മുഴങ്കാലും അടക്കുമോ, എപ്പോൾ നീ ഹൃദയ നുറുക്കത്തോടെ ദൈവമുഖത്തേക്ക് നോക്കുമോ, ആ സമയത്ത് എൻ്റെ സ്വർഗം സാഹചര്യങ്ങൾക്ക് അപ്പുറത്ത് ഇറങ്ങി വരും. 21 ദിവസം ദാനിയേൽ ദൈവസന്നിധി പ്രാർത്ഥിച്ചു ഇസ്രായേൽ ജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, ആ ദേശത്തിന് ഒരു മഹത്വം കാണാനായിട്ട്. സ്വത്രം 21 ദിവസവും സ്വത്രം അവൻ്റെ പ്രാർത്ഥന കണ്ടിന്യൂ ആയി സ്വർഗത്തിലേക്ക് ചെന്നു. സ്വത്രം പക്ഷേ 21 ദിവസം കഴിഞ്ഞിട്ടും ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ ഇരുന്നപ്പോൾ ദാനിയേൽ പ്രാർത്ഥന നിർത്തിയിട്ട് എഴുന്നേറ്റ് പോയില്ല. അവൻ പിറുപിറുത്തില്ല, അവൻ കുറ്റം പറഞ്ഞില്ല, തൻ്റെ മറുപടി കിട്ടാത്തത് കൊണ്ട് നിരാശപ്പെട്ടില്ല. സ്വത്രം എന്തുകൊണ്ടാണെന്നറിയാമോ? ദാനിയേലിനറിയാം, സിംഹക്കുഴിക്കകത്ത് ഇറങ്ങി വന്നവൻ, സ്വത്രം തീച്ചുളയുടെ നടുവിൽ ഇറങ്ങി വന്നവൻ എനിക്ക് വേണ്ടി വെളിപ്പെട്ട് വരുന്ന ദിവസമുണ്ട്. അവൻ വരുന്നവരെയും ഞാൻ എൻ്റെ പ്രാർത്ഥന മുടക്കത്തില്ല. സ്വത്രം ദൈവ പൈതലേ, നിൻ്റെ പ്രാർത്ഥന നിർത്തരുത്. നീ എന്ത് ചോദിച്ചാലും അത് ചോദിക്കുന്നതിന് ചിന്തിക്കുന്നതിനേക്കാളും ഉപരിയായി അവൻ തരും. അത് തരുവാൻ അല്പം താമസിച്ചാലും അവൻ തരുമ്പോൾ അതിൻ്റെ ഇരട്ടി നന്മയായിട്ടത്രേ അവൻ നിനക്ക് തരുവാൻ ആഗ്രഹിക്കുന്നത്. നോക്ക്, ദാനിയേലിൻ്റെ പ്രാർത്ഥന സ്വത്രം ദാനിയേൽ നിർത്താതെ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിലെ അപ്പന് മനസ്സിലായി അവൻ എഴുന്നേറ്റ് പോവത്തില്ല. അവൻ ആഗ്രഹിച്ച മറുപടി കിട്ടാതെ അവൻ തൻ്റെ പ്രാർത്ഥന നിർത്തത്തില്ല. സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്നിട്ട് ദാനിയേലോട് പറയുന്നൊരു വാക്കുണ്ട്. സ്വത്രം, ദാനിയേലേ മോനെ, നീ പ്രാർത്ഥിക്കാൻ ഇരുന്നപ്പോൾ തന്നെ നിന്റെ ഹൃദയത്തിൽ ആഗ്രഹം അറിഞ്ഞ് ഞാൻ മറുപടി അയച്ചതാ. പ്രിയ ദൈവ പൈതലേ, ഈ നല്ല പകലിൽ ഞാൻ നിന്നോട് പറയട്ടെ, നീ എപ്പോൾ എൻ്റെ യേശു അപ്പനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് നീ വെള്ളത്തിലിറങ്ങി മുങ്ങിപ്പൊങ്ങി പുറത്തു വന്നപ്പോൾ നിൻ്റെ മകൾ പകരപ്പെട്ട പരിശുദ്ധാത്മാവുണ്ടല്ലോ, അത് സകലതും നിൻ്റെ നന്മയ്ക്ക് വേണ്ടി വെളിപ്പെടുത്തിയതാ. പക്ഷേ പലപ്പോഴും നിൻ്റെ വിശ്വാസം അതിൻ്റെ പൂർണ്ണതയിൽ ഇല്ലാതെ പലപ്പോഴും നീ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, ലോകത്തിൽ മറ്റുള്ളവരെ കണ്ട് മറ്റുള്ളവരെ നോക്കി മറ്റുള്ള വിഷയങ്ങളെ ചിന്തിച്ച് നിന്റെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നു പോയത് കൊണ്ട് പലപ്പോഴും നീ ആഗ്രഹിക്കുന്ന ആ ഒരു പൂർണ്ണത നീ പ്രാപിപ്പാൻ കഴിയാതെ ഇരുന്നത്. എന്നാൽ ഈ നല്ല പകൽക്കാലം പറയട്ടെ, മടുത്തു പോകാതെ പ്രാർത്ഥിച്ച ദാനിയേലിന്റെ അടുക്കലേക്ക് സ്വർഗം ഇറങ്ങി വന്നതുപോലെ ഈ നല്ല പകൽക്കാലം പറയട്ടെ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന കർത്താവിനെ നീ വിട്ടേച്ചു പോകാതെ കർത്താവിൻ്റെ കരത്തിൽ മുറുകെ പിടിച്ചിട്ട് പറ, എന്ത് കഷ്ടം വന്നാലും, എന്ത് നഷ്ടം വന്നാലും, എന്ത് പ്രതികൂലം എൻ്റെ ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചാലും നിന്നെ വിട്ടേച്ച് ഞാൻ പോകത്തില്ലെന്ന് നീ ഒന്ന് പറഞ്ഞു നോക്ക്. സ്വർഗം ഇറങ്ങി വരും. സങ്കീർത്തനക്കാരൻ പറയുക, നിൻ്റെ സന്നിധി വിട്ട് ഞാൻ എവിടേക്ക് പോകും? ഞാൻ കടലിൻ്റെ അഗാധങ്ങളിൽ പോയി പാർത്താലും നിൻ്റെ കരം അവിടെ തേടിയെത്തുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കർത്താവേ, നിൻ്റെ സന്നിധി വിട്ടു പോകാൻ എനിക്കിടവരല്ലേ എന്ന് സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നെങ്കിൽ, ദാനിയേലിൻ്റെ അടുക്കൽ സ്വർഗമിറങ്ങി വന്നിട്ട് പറയാം, മോനെ, നീ മുഴങ്കാലും അടയ്ക്കപ്പോൾ തന്നെ നിനക്ക് ഞാൻ മറുപടിയുമായി വന്നു. എന്നാൽ ഈ ലോകത്തിൻ്റെ പാഴ്സി പ്രഭു ഉണ്ടല്ലോ, ഈ ലോകത്തെ വാഴുന്ന ഒരു പിശാചുണ്ടല്ലോ, അവൻ നിന്റെ കരത്തിൽ അത് തരാതെ ഇരിക്കണതിന് അവൻ സകല മണ്ഡലങ്ങളും ബന്ധിച്ചടാ കുഞ്ഞ്. പക്ഷേ നിന്റെ പ്രാർത്ഥന നിർത്താതെ നീ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചത് കൊണ്ട് അവൻ്റെ തലയെ തകർത്തിട്ട് നിനക്കുള്ള അനുഗ്രഹമായി ഞാൻ വന്നിരിക്കുക. ഇനിയെങ്കിലും നീ ഒന്ന് എഴുന്നേൽക്ക്. സ്തോത്രം. ഈ നല്ല പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, എൻ്റെ കർത്താവ് തൻ്റെ മക്കളുടെ കുഞ്ഞുങ്ങൾ കരഞ്ഞാലുണ്ടല്ലോ, സ്വത്രം, തൻ്റെ കുഞ്ഞുങ്ങൾ കരഞ്ഞാലുണ്ടല്ലോ, എൻ്റെ കർത്താവ് സ്വർഗത്തിൽ അടങ്ങിയിരിക്കത്തില്ല. സ്വത്രം. നീ മുഴങ്കാല് മടക്കുന്നതിന് മുമ്പേ നിൻ്റെ ഹൃദയത്തിൻ്റെ തേങ്ങലുകൾ അറിഞ്ഞിട്ട് നിൻ്റെ ചാരത്ത് വരുവാൻ അവൻ ഒരുങ്ങിയിരിക്കുക. പക്ഷേ നീ ഒന്ന് മുഴങ്കാല് മടക്കി നോക്ക്, നീ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്, സ്വർഗം നിനക്ക് മറുപടിയുമായിട്ട് ഇറങ്ങി വരും. തർജനം ചെയ്തു, കുറ്റം പറഞ്ഞു. യോസേഫ് നിരാശനായി. തൻ്റെ സ്വപ്നത്തിൻ്റെ പൂർണ്ണത പോലും തനിക്ക് മനസ്സിലായില്ല. സ്വത്രം. എങ്കിലും അവനൊരു ഉറപ്പുണ്ടായിരുന്നു, അത് നല്ലൊരു സ്വപ്നമായിരുന്നു, അതെനിക്ക് ദോഷമല്ല, അതെനിക്ക് ഗുണമാ. സ്വത്രം. ഇന്ന് പകൽ പറയട്ടെ, ദോഷമായിട്ടൊന്നും
നമ്മുടെ കർത്താവ് ചെയ്യുകയില്ല. സ്വത്രം. അതുകൊണ്ട് ആ പാട്ടുകാരൻ പാടിയത്, ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ താതൻ ചെയ്യുകയില്ല, എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു, എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. അപ്പനമ്മ കൈവിടട്ടെ, ഉറ്റവരും വിട്ടിടട്ടെ, ഹാനിയില്ല ജീവിതത്തിൽ, യേശുനാഥൻ കൂടെയുണ്ട്. ഒരു വിശ്വാസി അതേ പറയത്തുള്ളൂ. വിശ്വാസമില്ലാത്തവൻ ഇട്ടേച്ച് ഓടിക്കളയും. ജോസഫിൻ്റെ അകത്തൊരു വിശ്വാസമുണ്ടായിരുന്നു. സ്തോത്രം. എൻ്റെ അപ്പൻ എന്നെ കുറ്റം പറഞ്ഞെങ്കിലും ആ സ്വപ്നത്തിൻ്റെ പൂർണ്ണത ഞാൻ കാണും. സ്വത്രം. ഈ നല്ല പകൽക്കാലം പറയട്ടെ, നല്ല സ്വപ്നങ്ങളൊക്കെ കാണുന്നത് നല്ലതാണ്. പക്ഷെ അതിൻ്റെ പിൻപിൽ വരാൻ പോകുന്ന വലിയ വലിയ ബദ്ധപ്പാടുകൾ കാണുമ്പോൾ നീ ഇട്ടേച്ച് പോകല് ദൈവത്തെ. സ്വത്രം. അപ്പൻ ഹൃദയത്തിനകത്ത് കുറിച്ചിട്ടു, മോൻ അത് മറന്നും പോയി. സ്വത്രം. നിൻ്റെ സ്വപ്നങ്ങളുടെ പൂർണ്ണത, നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി തരാമെന്ന് വാഗ്ദത്തം ചെയ്ത വിശ്വസ്തനുണ്ടല്ലോ, അത് മറന്ന് കളയത്തില്ല കുഞ്ഞെ. സ്വത്രം. ഒരു പക്ഷേ നിനക്ക് തോന്നാം, എന്നെ മറന്നല്ലോ ദൈവം, എൻ്റെ കുഞ്ഞുങ്ങളെ മറന്നല്ലോ ദൈവം, എൻ്റെ കൂട്ടാളിയെ മറന്നല്ലോ ദൈവം, ആണ്ടുകൾ കുറേയായി, കാലങ്ങൾ കുറേയായി, ഞാൻ ആഗ്രഹിച്ച ശുഭഭാവി എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നില്ലല്ലോ. ഇല്ല കുഞ്ഞെ, നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി വരുവാൻ താമസിച്ചാൽ ഓർത്തോണം, അതിൻ്റെ പലിശ സഹിതം അവൻ നിനക്ക് തരാതെ പോവത്തില്ല. അതുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് ഒരിക്കലും പുറകോട്ട് നോക്കാതെ അബ്രഹാം നോക്കിയതുപോലെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുമായ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവനോട് ആലോചന ചോദിച്ചുകൊണ്ട് നീ ദിനവും യാത്ര ചെയ്. പ്രഭാതമാക്കുമ്പോൾ അവനോട് പറയണം, കർത്താവേ, ഈ പകൽക്കാലം വേണ്ടത് തരുവാൻ അങ്ങയ്ക്ക് കഴിയും. സന്ധ്യയുടെ യാമത്തിലെത്തുമ്പോൾ പറയണം, പകൽക്കാലം കരുതിയ ദൈവമേ നിനക്ക് നന്ദി. അങ്ങനെ ദൈവമുഖം അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് സ്വർഗത്തിൽ നിന്ന് ദൈവം നോക്കിയപ്പോൾ നിന്റെ മുഖം കണ്ടാലുണ്ടല്ലോ, അവൻ ആദരിക്കാതെ അവൻ പോകത്തില്ല. സ്തോത്രം. നോക്ക്, അപ്പൻ യോസഫിനോട്, മക്കളെ പോയി, ചേട്ടന്മാർ സ്തോത്രം എവിടെയാണ്? അവർ വിശന്നും ദാഹിച്ചും വലഞ്ഞും ഇരിക്കുകയായിരിക്കും. മക്കൾ കൊണ്ടുപോയി അവർക്ക് ആഹാരം കൊടുത്ത് ക്ഷേമം അന്വേഷിച്ചു വരിക. സ്തോത്രം. ആണ്ടുകൾ കഴിയും മുമ്പേ ജീവിപ്പിക്കുമെന്ന് പറഞ്ഞ സർവശക്തനായ ജീവൻ്റെ പ്രവൃത്തി ഉണ്ടല്ലോ, അത് വെളിപ്പെടാൻ ചില മുഖാന്തരങ്ങൾ ദൈവം ഒരുക്കും. ചില സാഹചര്യങ്ങൾ, ചില വഴികൾ സ്വത്രം ദൈവം നമ്മൾ പോലും അറിയാതെ ഒരുക്കി വെച്ചിട്ടുണ്ട്. യോസേഫ് ചുമ്മാതെ പോയതല്ല, സ്വപ്നത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് അവനെ കൊണ്ടുപോകുകയായിരുന്നു. സ്തോത്രം. കുഞ്ഞെ, നീ ഇറങ്ങിത്തിരിച്ചപ്പോൾ ഒരു പിടി വേദനകളായിരുന്നു നിനക്കുണ്ടായിരുന്നത്, ഒരു പിടി നഷ്ടങ്ങളും കഷ്ടങ്ങളുമായിരുന്നു നിനക്കുണ്ടായിരുന്നത്, കുറേ നിന്നയും പരിഹാസമായിരുന്നു നിനക്കുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ആ നിന്ന മാറിയില്ലേ? ഇന്ന് ആ കഷ്ടം നീങ്ങിയില്ലേ? ഇന്ന് ആ കണ്ണുനീരിന് ഒരു പരിധിവരെ പരിഹാരം ലഭിച്ചില്ലേ? ആരാത് തന്നത്? എല്ലാവരും നിന്നെ വിടക്കന്നെണ്ണിയപ്പോൾ നീ പോലും അറിയാത്ത വഴികൾ തുറന്ന് നിന്നെ കരുതിയ സ്വർഗത്തിലെ ദൈവമല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ദൈവം നിന്നോട് ചെയ്ത വാഗ്ദത്തം നിവർത്തി പൂർത്തീകരിക്കപ്പെടുന്ന നാൾ വരെയും നീ തോറ്റുപോകാനുള്ള വരുത്താതെ ദൈവം മുഖത്തേക്ക് നോക്ക്, അവങ്കലേക്ക് നോക്ക്. പ്രകാശിതരായി. അവൻ്റെ മുഖം ലജ്ജിച്ചു പോയില്ല. എളിയവർ നിലവിളിച്ചു, യഹോവ കേട്ടു. ഈ നല്ല പകൽക്കാലം പറയട്ടെ, ചേട്ടന്മാരുടെ സുഖം ക്ഷേമം അന്വേഷിപ്പാൻ കടന്നുപോയ യോസേഫിനെ ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ സ്വത്രം ചേട്ടന്മാരുടെ അകത്ത് ചിരിയല്ല വന്നത്, പകരം അവരുടെ അകത്ത് ഭയങ്കര ദേഷ്യമാണ് തോന്നിയത്. സ്വത്രം. എടാ, സ്വന്തം കൂടപ്പറപ്പിനെ കണ്ടപ്പം അവൻ്റെ അകത്ത് ദേഷ്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവൻ്റെ അകത്ത് ദൈവമാണോ ഇരിക്കുന്നത്? കൂടപ്പറപ്പിൻ്റെ രക്തബന്ധത്തിൻ്റെ സ്നേഹമാണോ ഇരിക്കുന്നത്? അല്ല, അവൻ്റെ അകത്ത് പിശാച. സ്വത്രം. ആ പിശാച് അവനോട് പറയാൻ തുടങ്ങി, ഇതോടെ വരുന്നു സ്വപ്നക്കാരൻ, അവനെ ഒതുക്കിയില്ലെങ്കിൽ നാളെ നീയൊക്കെ അവൻ്റെ കാൽക്കച്ചെന്ന് വീഴേണ്ടി വരും.
പിശാച് പറയുന്നത് കേട്ടപ്പോൾ ആ രക്തബന്ധത്തിൻ്റെ വിലയങ്ങ് മറന്ന് ചേട്ടന്മാർ ഉറഞ്ഞു തുള്ളാൻ തുടങ്ങി. സ്വോത്രം. ഇതുപോലെ ആ സഹോദരങ്ങളെ, ലോകത്തെ പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ചുകൊണ്ട് നാട്ടുകാർക്കും വീട്ടുകാർക്കും കൂട്ടുകാർക്കും തലവേദനയായി മദ്യപിച്ച് മതോന്മത്തനായി റോഡിൽ കിടന്ന് തല്ലും വാങ്ങിച്ച് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇടിയും വാങ്ങിച്ച് സമൂഹത്തിന് തലവേദനയായി നീ മാറിയാൽ എല്ലാവരും നിന്നെ രണ്ട് കൈയും അടിച്ച് സ്വീകരിക്കും. അതാ ഈ ലോകം. പക്ഷേ ആർക്കും ഒരു ദോഷം ചെയ്യാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് സ്നേഹത്തോടെ കണ്ണുനീര് തുടച്ച് കരയണ്ട മോനെ എന്ന് പറയുന്ന നിന്നെ ആരും അംഗീകരിക്കത്തില്ല. പക്ഷെ നിന്നെ അംഗീകരിച്ച ഒരുവനുണ്ട്. അവൻ നിൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഒടുവിൽ വിജയം നിനക്കായിരിക്കും, നിൻ്റെ സന്തതിക്കായിരിക്കും, നിൻ്റെ കുടുംബത്തിനായിരിക്കും. അത് തിരിച്ചറിഞ്ഞിട്ട് ലോകം പറയുന്ന കുത്തുവാക്കുകളും പഴിയും ദുഷിയും നിന്നയും അപമാനവും കേട്ടിട്ട് നീ പുറകോട്ട് പോകാതെ എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതയാവനം സഹിച്ചുകൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കിയാൽ മതി. കൂടപ്പിറപ്പുകൾ ഒരുമിച്ച് ചേർന്ന് അവൻ അടുത്ത് വന്നപ്പോൾ തന്നെ അവൻ്റെ ക്ഷേമം അന്വേഷിക്കാതെ അവനെ തല്ലി ഉരുട്ടിയെടുത്ത് പൊട്ടക്കിണറ്റി കളഞ്ഞപ്പം ഒരൊറ്റ ചിരിയായിരുന്നു. ആര്? പ്യായ്. സ്വത്രം. പ്യായ് ഒരൊറ്റ ചിരി. എന്നിട്ട് പറയാ, ഇവൻ കിണറ്റിൽ നിന്ന് കയറി വന്നെങ്കിലല്ലേ, ഇവൻ കിണറ്റിൽ നിന്ന് കയറി വരുന്നത് കാണട്ടെ, ഇവൻ ജയിക്കുന്നൊന്ന് കാണട്ടെ, ഇവൻ എവിടെ കിടന്ന് ചാവണം, നമ്മുടെ രാജാവാകുമെന്ന് അവൻ പറഞ്ഞത്. സ്വത്തം നമ്മുടെ രാജാവാകും, നമ്മൾ അവനെ നമസ്കരിക്കും. അവൻ കയറി വന്നിട്ടല്ലേ. എത്ര ദൈവ പൈതലെ നിന്നെ ആരൊതുക്കാൻ ശ്രമിച്ചാലും അവരൊതുങ്ങുകയല്ലാതെ നീ ഒതുങ്ങാൻ ദൈവം സമ്മതിക്കത്തില്ല. സ്വത്രം. ഏതെല്ലാം നിലവാരത്ത് നിന്നെ തകർക്കാൻ ശ്രമിച്ചാലും ദൈവ പൈതലെ, നിന്നോട് കൂടെയുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനും സകലത്തിനും മേലായ നാമമുള്ളവനായ കർത്താവാണ് നിന്റെ കൂടെ നിൽക്കുന്നെങ്കിൽ ഏത് മേഖലയിലും വിജയം നിനക്കായിരിക്കും. അവരെല്ലാം പരാജയപ്പെടും, നീ ജയിച്ച് തല ഉയർത്തി നിൽക്കും. പൊട്ടക്കിണറ്റി വീണ് കിടക്കുന്ന യോസേഫ് ചേട്ടന്മാരോട് ചോദിച്ചു കാണും. സ്വത്രം. നിങ്ങൾ എന്തിനാ അച്ചാച്ചന്മാരെ എന്നെ ഈ കിണറ്റിലേക്ക് തള്ളിയിട്ടത്? ഞാൻ അപ്പം പറഞ്ഞ കേട്ടോണ്ട് ക്ഷേമം അന്വേഷിക്കാൻ വന്നല്ലയോ ഞാൻ. അപ്പോൾ ഒരു ചേട്ടൻ അവിടെ നിന്നോട് പറഞ്ഞ്, നീ എന്തോ പറഞ്ഞത്? ഞാനും നിൻ്റെ കൂടപ്പുറപ്പുകളും അപ്പനും അമ്മയും നിൻ്റെ മുമ്പിൽ വരുമെന്ന്, നിന്നെ നമസ്കരിക്കുമെന്ന്. ഇതല്ലേ നീ കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്നോട് പറഞ്ഞത്? നീ അവിടെ കിടന്ന് ചാവുക അല്ലാതെ നീ ഇനി ഇതിനകത്തൊന്ന് പുറത്ത് വരത്തില്ലടാ. സ്വത്രം. കുഞ്ഞ്, ഇതുപോലെ എത്ര പേര് നിന്നോട് പറഞ്ഞിട്ടുണ്ട്. നീ ഹല്ലേലൂയ പറഞ്ഞപ്പോൾ, നീ കൈ അടിച്ച് ദൈവത്തെ സ്തുതിച്ചപ്പോൾ, നീ പള്ളിയിൽ പോയപ്പോൾ, നിൻ്റെ മക്കളെ നീ ദൈവത്തിന് വേണ്ടി സാക്ഷിയാക്കി നിർത്തിയപ്പോഴൊക്കെ നിന്നെക്കുറിച്ചും പറഞ്ഞില്ലേ ഈ ലോകം? സ്വത്രം. നിൻ്റെ കൂടപ്പുറപ്പുകൾ പറഞ്ഞില്ലേ? നിൻ്റെ കൂട്ടുവിശ്വാസികൾ പറഞ്ഞില്ലേ? നിൻ്റെ ബന്ധുക്കാരും സ്വന്തക്കാരും പറഞ്ഞില്ലേ? നീ നശിച്ചു പോയി. നീ കുടുംബത്തിൽ നാശം വരുത്തി, നീ അപമാനം വരുത്തി, അപവാദം വരുത്തി. ഇനി നിന്നെ ഞങ്ങൾക്ക് വേണ്ട. സ്വത്രം. ഇനി നിന്നെ ഈ ദേശത്ത് കണ്ടുപോകരുത്. എത്ര പ്രാവശ്യം നിൻ്റെ കാതുകളിൽ കേട്ടു. നിൻ്റെ മക്കളെ ആക്ഷേപിക്കുന്ന എത്ര പ്രാവശ്യം നീ കേട്ടു. നീ സഹിച്ചത് എന്തിനു വേണ്ടിയാ? നീ പൊറുത്തത് എന്തിനു വേണ്ടിയാ? നീ കരഞ്ഞത് എന്തിനു വേണ്ടിയാ? ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വിശ്വാസം കൊണ്ടല്ലേ? ദൈവം നിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം കൊണ്ടല്ലേ? കുഞ്ഞെ, ആ കണ്ണ് നിൻ്റെ മറുപടി വരാൻ പോവുക. ആ കണ്ണുനീരിൻ്റെ മറുപടി നീ കാണാൻ പോകുക. നിന്നെ പഴിച്ചവരും ദുഷിച്ചവരും കുറ്റം പറഞ്ഞവരും നീ സേവിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം ഏതാണെന്ന് കാണാൻ പോകുക. അവർ നിൻ്റെ മുമ്പിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് ഒരു ദിവസങ്ങൾ അധികം വിദൂരമല്ലെന്ന് നീ വിശ്വസിക്കുക. എൻ്റെ കർത്താവർക്കും കടക്കാരനല്ല. ഒരു ഗ്ലാസ് വെള്ളം എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം പറഞ്ഞുകൊണ്ട് നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്തോത്രം 1000 മടങ്ങ് പ്രതിഫലം തന്ന് ഈ ഭൂമിയിൽ നിന്നെ മാനിക്കാതെ എൻ്റെ കർത്താവ് നിന്നെ വിടത്തില്ല. സ്തോത്രം. കൈയടിച്ച് ചിരിച്ച് കളിയാക്കി കുറ്റം പറഞ്ഞു. സ്വത്രം. അപ്പോൾ ഒരുത്തൻ്റെ ഹൃദയത്തിനകത്തൊരു ചിന്ത കയറി വന്നു. അച്ചാച്ചന്മാരെ, അപ്പൻ അന്വേഷിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും? നമുക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ അപ്പൻ്റെ കയ്യിരിക്കുന്ന വടി നമ്മുടെ മുതുകത്ത് വീഴും. ഒരുത്തൻ്റെ അകത്ത് കയറിയിട്ട് പറയുക, എടാ, അവൻ്റെ തുണി ഉരിഞ്ഞ് അതിനകത്ത് ഒരു ആടിനെ അറുത്ത് ചോര പുരട്ടി അപ്പൻ്റെ കൊണ്ട് കൊടുത്ത്, അപ്പൻ്റെ കണ്ണും പിണ്ണാക്കൊന്നും കാണുന്നില്ലല്ലോ, അപ്പനെ നമുക്ക് കബളിപ്പിക്കാം.
സ്വത്രം. അമ്മയെ നമുക്ക് കബളിപ്പിക്കാം, കൂടപ്പുറപ്പുകളെ നമുക്ക് കബളിപ്പിക്കാം, പക്ഷെ ദൈവത്തെ നിനക്ക് കബളിപ്പിക്കാൻ പറ്റത്തില്ല കുഞ്ഞേ. അധികാരി വർഗങ്ങളെ നിനക്ക് കബളിപ്പിക്കാം, നിയമപാലകരെ നിനക്ക് കളിപ്പിക്കാം, പക്ഷേ എൻ്റെ ദൈവം നിൻ്റെ കളിപ്പുള്ളയല്ല. എൻ്റെ ദൈവത്തെ കളിപ്പിക്കാൻ നിനക്ക് കഴിയത്തില്ല കുഞ്ഞെ. എൻ്റെ ദൈവം സത്യസന്ധമായി നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. അന്ന് സകല നിയമപാലകരും നിൻ്റെ മുമ്പിൽ തലകുനിക്കും. സകല ദേശാധിപതി ശക്തികളും സകല അധികാരി വർഗങ്ങളും കുഞ്ഞ് നിന്റെ മുമ്പിൽ തലകുനിക്കും. കാരണം നിന്റെ മേൽ വ്യാപരിക്കുന്നത് സ്വർഗീയ ആത്മാവാ. സ്വർഗത്തിലെ അപ്പൻ നിന്റെ മേൽ പകർന്ന പരിശുദ്ധാത്മാവാ. അത് ജീവൻ നൽകി വീണ്ടെടുത്തതാ. അത് ജീവനുള്ള രക്തത്തിൻ്റെ മറുവിലയാ. അത് നിന്റെ മേലുള്ളത്തോളം കാലം വിജയം നിനക്ക് നിന്റെ സന്തതിക്കൊണ്ടെന്ന് വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്ക്. ആളിൻ്റെ പെരുപ്പമൊന്നും നോക്കണ്ട. സ്വത്രം. ആളിൻ്റെ പെരുപ്പമൊന്നും നോക്കണ്ട, അവരെ ഇവരെ നോക്കണ്ട, യേശുവിനെ നോക്ക്. യേശു പറയുക, സകല കഷ്ടത്തെയും ജയിച്ച് ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. സ്വത്രം. ഒരു രാജ്യം മുഴുവനും, ഒരു സമൂഹം മുഴുവനും, ഒരു പുരോഹിതവർഗം മുഴുവനും, ഒരു രാജാക്കന്മാരുടെ വർഗം മുഴുവനും ഒരുമിച്ച് യേശുവിനെ ന്യായം വിധിക്കാൻ നിന്നിട്ടും ഒരു കുറ്റവും അവന് കാണുന്നില്ല എന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞിട്ട് ന്യായം വിധിച്ചവൻ പാപമില്ലാത്തവനെ കാണിച്ചു കൊടുത്തുകൊണ്ട് കൈ കഴുകി ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞ് പിന്മാറുമ്പോൾ ലോകത്തിലെ മനുഷ്യൻ പറഞ്ഞ് അവനെ ക്രൂശിക്ക. സ്വത്രം. ക്രൂശിക്ക എന്ന് പറഞ്ഞവൻ ഇന്നും കരഞ്ഞുകൊണ്ട് നടക്കുക. സ്വത്രം. ആ ക്രൂശിൽ മരിച്ചുയർത്തെഴുന്നേറ്റവനെ ഏറ്റെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചവൻ ഇന്നും സന്തോഷത്തോടെ വിളിച്ചു പറയാ, മറ്റൊരുത്തിന് രക്ഷയില്ല. രക്ഷ പ്രാപിക്കണമോ എന്നെ പോലെ യേശുവിനെ നിന്റെ ഹൃദയത്തിനകത്തുനിന്ന് സ്വീകരിക്കുന്നു. സ്വത്രം. ഓക്കെ. യോസേഫ് പൊട്ടക്കിണറ്റിൽ കിടന്ന് കരയുമ്പോൾ ചേട്ടന്മാർ പുറത്ത് കൈയടിച്ച് ചിരിക്കുക. സ്വത്രം. പക്ഷേ ഒരുത്തൻ്റെ അകത്തൊരു ചിന്ത കടന്നു വന്നു, അവനെ ഈ കിണറ്റിലിട്ട് കൊല്ലണ്ട, അവനെ ഈ നാട് കടത്തിക്കളയാം. സ്വത്രം. നിന്നെ നാട് കടത്താൻ, നിൻ്റെ മക്കളെ നാട് കടത്താൻ, നിൻ്റെ കുടുംബത്തെ നശിപ്പിക്കുവാൻ, നിൻ്റെ കൂട്ടാളിയുടെ ഭാവി ഇല്ലാതാക്കാൻ പിശാച് തന്ത്രങ്ങൾ മെനഞ്ഞു വരുമ്പോൾ അത് കണ്ടിട്ട് നീ നിരാശപ്പെടണ്ട കുഞ്ഞേ. നിൻ്റെ കർത്താവ് നിൻ്റെ കൂടെയുള്ളിടത്തോളം കാലം നിന്നെ ഏതൊക്കെ കെണിപ്പെടുത്തി നിന്നെ തകർക്കാൻ ശ്രമിക്കുമോ അതിൻ്റെ നടുവിൽ നിന്ന് ദൈവം നിന്നെ ഉയർത്തി ആ കെണി ഒരുക്കുന്നവനെ കെണിക്കകത്താക്കും, കുഴി കുഴിക്കുന്നവനെ കുഴിക്കകത്താക്കും. സ്വത്രം. ഇതാ എൻ്റെ കർത്താവ്. നിന്നെപ്പോലെ അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു വ്യക്തി ഇല്ലെന്ന് വിശ്വസിച്ചിട്ട് ഒരാമയും പറ കർത്താവിൻ്റെ സന്നിധിയിൽ. സ്വത്രം. നോക്ക്, അവൻ്റെ ഹൃദയത്തിനകത്ത് വീണത് അവനെ വിറ്റ് കളയാം. സ്വത്രം. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ, കാശും കിട്ടുമല്ലോ. സ്വത്രം. അവനെ വിറ്റാൽ കാശ് കിട്ടും. സ്വത്രം. കാശ് കിട്ടിയാൽ നമുക്ക് പുട്ടടിക്കാം. സ്വത്രം. ചേട്ടന്മാരെല്ലാം കൂടെ തീരുമാനിച്ച് യോസേഫിനെ എത്ര വെള്ളിക്കാശിന് വിറ്റ്? 20 വെള്ളിക്കാശിന് വിറ്റു. എന്നിട്ട് അപ്പൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, അപ്പാ, അവൻ ഞങ്ങളെ തേടി വന്നപ്പം ഒരു കാട്ടുമൃഗം അവനെ പിടിച്ച് കടിച്ച് കീറി. ഞങ്ങൾക്ക് അവസാനം അവൻ്റെ വസ്ത്രം മാത്രമാണ് കിട്ടിയത്. വിറ്റ് കളഞ്ഞവർ കാശ് കൊടുത്തു വിലയ്ക്ക് വാങ്ങിച്ച പൊത്തിപ്പേറിൻ്റെ അകമ്പടി നായകൻ സ്വത്രം അവനെ എവിടെ കൊണ്ടെത്തിച്ചു? പൊത്തിപ്പേറിൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടെത്തിച്ചു. സ്വത്രം. ഓ, കുടിലി കടന്നവൻ താണ്ടാ കൊട്ടാരത്തിൽ നിൽക്കുന്നു. സ്വത്രം. പിശാച് ആകെ വല്ലാത്ത വെപ്രാളത്തിലായി. യവനെ എങ്ങനെയല്ല ഒതുക്കാൻ ശ്രമിച്ചിട്ടും ദേണ്ടാ ഇവനിപ്പോൾ വാക്തത്വം പോലെ സ്വപ്നം പോലെ ഇവൻ കൊട്ടാരത്തിനകത്തെത്തി. സ്വത്രം. സ്വത്രം. വീടും വയലും തോട്ടവുമെല്ലാം നേടുവാനുള്ള സമയമിതല്ല. കാടും മലയും ആവലോടോടി നേടുക നീ ആത്മാക്കളെയും. പൊട്ടക്കടറ്റി കിടന്നവൻ, അടിമച്ചന്തയിൽ മാറി മാറി വിലപേശപ്പെട്ടവൻ ഇതാ കൊട്ടാരത്തിനകത്ത് നിൽക്കുന്നു. സ്വത്രം. കൊട്ടാരത്തിനകത്ത് ചെന്നപ്പോഴും അവൻ ആരാ? ഒരടിമയാ. പക്ഷേ അടിമയായ അവനെ ഉടമയാക്കുവാൻ സ്വർഗം ഒരു പദ്ധതി ഒരുക്കി. സ്വത്രം. പാട്ടുകാരൻ പാടുന്നുണ്ടല്ലോ, നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. ദൈവമാണ് നിന്നെ നിർത്തിയതെന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ നീ കാണാത്തതും നീ അനുഭവിക്കാത്തതുമായ ശ്രേഷ്ഠതയിലേക്ക് നീ ഉയർത്തപ്പെടും. സ്വത്രം. യോസേഫിനോട് ആ രാജ്യം ഭരിക്കുന്ന രാജാവ് പറയുക, നിൻ്റെ സ്വഭാവവും നിൻ്റെ ജീവിത ശൈലിയും കണ്ടിട്ട് എനിക്ക് നിന്നോട് പ്രിയം തോന്നുന്നു. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അവൻ്റെ അകത്ത് അവൻ്റെ
അപ്പൻ സേവിച്ച ഒരു ദൈവമുണ്ടെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ്. സ്വത്രം. ആ യോസഫിന് ഉറപ്പുണ്ട്, എൻ്റെ അപ്പൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന്. സ്വത്രം. ഈ നല്ല പകൽക്കാലം പറയട്ടെ, ലോകം മുഴുവൻ നിനക്കെതിരെ നിന്നാലും നീ സേവിക്കുന്ന ദൈവം നിനക്ക് അനുകൂലമാണ് എന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ ഈ കഷ്ടം മാറും കുഞ്ഞെ, ഈ കണ്ണുനീര് നീങ്ങും കുഞ്ഞെ, ഈ ഒറ്റപ്പെടൽ മാറും കുഞ്ഞെ. ഏതൊക്കെ മേഖലയിൽ നീ അപമാനിക്കപ്പെട്ടോ, ആരൊക്കെ നിന്നെ ഒറ്റപ്പെടുത്തിയോ, അവരുടെ മുമ്പിൽ നീ മാനിക്കപ്പെട്ട് തല ഉയർത്തി നിൽക്കുന്ന നാളുകൾ അധികം വിദൂരം വിശ്വസിച്ചിട്ട് ഒരു ആമേൻ പറ. സ്വത്രം. രാജാവ് പറയുക, എൻ്റെ ഭാര്യയെ ഒഴിച്ച് ബാക്കിയെല്ലാം നിൻ്റെ കയ്യിൽ തന്നേക്കുക. സ്വത്രം. പിശാച് ഞെട്ടിപ്പോയി. അടിമയായിരിക്കുന്നതിന് ഉടമയായി മാറുന്നു. പിശാച് പറഞ്ഞു, വിടത്തില്ലടാ, നിന്നെ വിടത്തില്ല. നീ ഈ കൊട്ടാരത്തിൽ നീ ഇപ്പോൾ ഉടമയാവും, ഇല്ലയോ? ഞാൻ കാണിച്ചു തരാം. സ്വത്രം. നോക്കേ, ഇത്ര വലിയ വൈരാഗ്യം എന്തായി പിശാചിന് നിന്നോട്? സ്വത്രം. ഒന്ന് കഴിഞ്ഞു, പൊട്ടക്കിണർ കഴിഞ്ഞു, അടിമച്ചന്ത കഴിഞ്ഞു, കൊട്ടാരത്തിൽ വന്ന് അടിമയായി നിൽക്കേണ്ടവൻ ഇപ്പം ഉടമയായി മാറിയിട്ടും അവൻ എന്താ സഹിക്കാത്തത്? വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാ, അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവനാ. തലമുറയായി സങ്കേതവും കോട്ടയുമായവൻ. ഓ സ്തോത്രം. ആദമനോട് പറഞ്ഞ വാക്ക്, ഓ സ്തോത്രം, നീ സർപ്പത്തിൻ്റെ തല തകർക്കും, നിന്റെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും, അവൻ നിത്യരാജ്യത്തിന് ഓഹരിക്കാനായി മാറും എന്ന് പറഞ്ഞെങ്കിൽ ആദമിൻ്റെ സന്തതിയായി അബ്രഹാമിൻ്റെ കൊച്ചുമകനായി സ്തോത്രം യോസേഫ് ഇതാ കൊട്ടാരത്തിൽ അംഗീകരിക്കപ്പെട്ടവന് നിൽക്കുന്നു. അവിടെയും ആ പിശാച് തോൽക്കുമെന്ന് കണ്ടിട്ട് അവനെ ഒതുക്കാൻ ശ്രമിച്ചെങ്കിൽ അവനെ ഒതുക്കുവാൻ ഒരു പിശാചിനും കഴിയാത്തവണ്ണം സ്വർഗം അവിടെ അവൻ്റെ കൂടെ നിന്നു. സ്വത്രം. ഹബക്കുക്ക് 2:3 ഇങ്ങനെ പറയുന്നു, നിന്റെ ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് തന്നെ ബന്ധപ്പെടുന്നു, അത് വൈകിയാലും വരിക തന്നെ ചെയ്യും, അതിനുവേണ്ടി കാത്തിരിക്കാൻ. സ്വത്രം. അങ്ങനെയാണെങ്കിൽ യോസഫ് കണ്ട സ്വപ്നം അതിൻ്റെ പൂർത്തീകരണത്തിൽ എത്തിക്കാതെ ഇരിക്കണമെന്ന് പിശാച് കൊട്ടാരത്തിനകത്തും ചില പരിപാടികൾ ആസൂത്രണം ചെയ്തു, അത് വിജയിക്കുകയും ചെയ്തു. സ്വത്രം. ഇപ്പോൾ യോസഫ് ഒരു പക്ഷേ പറയും, ഇങ്ങനൊരു ശപിക്കപ്പെട്ട ഒരു ജന്മത്തിന് വേണ്ടിയാണോ എനിക്കൊരു സ്വപ്നം തന്നത്? ഇങ്ങനൊരു അവസ്ഥയിൽ എത്തിക്കാനാണോ ഞാൻ ഇങ്ങനെ ആയിത്തീർന്നത്? പക്ഷേ യോസഫിന് അറിയത്തില്ല, സ്വർഗത്തിലെ ദൈവത്തിനറിയാം. കുഞ്ഞേ, ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്താണെന്ന് നിനക്കറിയത്തില്ല, പക്ഷേ നിന്നോട് വാഗ്ദത്തം ചെയ്ത കർത്താവിനറിയാം. അത് തക്ക സമയത്ത് നിവർത്തിക്കപ്പെടും. സ്തോത്രം. അത് തക്ക സമയത്ത് നിവർത്തിക്കപ്പെടും. സ്തോത്രം. ഒരു തെറ്റും ചെയ്യാത്തവൻ ഇതാ കാരാഗ്രഹത്തിലേക്ക് മാറ്റപ്പെടുക. പിശാച് കൈയടിച്ചൊന്ന് ചിരിച്ചു. സ്തോത്രം. പിശാച് കൈയടിച്ചൊന്ന് ചിരിച്ചു. സ്തോത്രം. അവൻ്റെ കോട്ടയ്ക്കകത്ത് ഭയങ്കര ആർപ്പുവിളിയുണ്ടായി. താൻ ആഗ്രഹിച്ചത് സംഭവിച്ചു എന്നുള്ള സന്തോഷം. പക്ഷേ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആർക്കും പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒരു ദൈവപ്രവൃത്തി സ്വർഗം കാരാഗ്രഹത്തിനകത്തയച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കാരാഗ്രഹത്തിനകത്ത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇറങ്ങി. എപ്പോഴെന്നറിയാമോ? എൻ്റെ അപ്പനും അമ്മയും എന്നെ മറന്നുവെങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളുമെന്ന് പറഞ്ഞ നിമിഷം. സ്വത്രം. കാരാഗ്രഹത്തിനകത്ത് ദൈവദൂതൻ ഇറങ്ങുമ്പോൾ ഫറവോൻ്റെ കൊട്ടാരത്തിനകത്ത് സ്വസ്ഥത നഷ്ടപ്പെടുകയായിരുന്നു. സ്വത്രം. നിനക്ക് വേണ്ടി ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങുമ്പം നിനക്കെതിരെ ശത്രു ശക്തമായി വാടകോരും. സ്തോത്രം. ആ ശത്രു ശക്തമായി വാടകോരി അവിടെ ഇവിടെ മാറി മാറി അടി തുടങ്ങുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം, നിന്നോട് പോരാടിയ ശത്രു ഇപ്പം നേരെ തിരിച്ച് അവനോട് പോരാടുക. അത് അവൻ്റെ തകർച്ചയ്ക്ക, അത് നിൻ്റെ ഉയർച്ചയ്ക്ക. സ്വത്രം. കാരണം ഇത്രയും കാലം നീ കരഞ്ഞില്ലേ, ഇത്രയും കാലം അവൻ സന്തോഷിച്ചില്ലേ, ഇനി അവൻ്റെ കണ്ണുനീര് അവൻ്റെ അവസാനത്തിനാ. സ്വത്രം. പക്ഷേ നിൻ്റെ സന്തോഷം അത് തുടക്കമാ. സ്വത്രം. അത് നിത്യത വരെയും ആ സന്തോഷം നിലനിൽക്കും. സ്വത്രം.
രാജകൊട്ടാരത്തിൽ രാജാവിൻ്റെ ഉറക്കം കെട്ടു. യോസേഫിന് സന്തോഷമായി. സ്വത്രം. യോസേഫിൻ്റെ വസ്ത്രമൊക്കെ മാറ്റി താടി മുടിയൊക്കെ വടിച്ച് കുട്ടപ്പനാക്കി രാജാവിൻ്റെ അടുക്ക കൊണ്ട് നിർത്തിയിട്ട് രാജാവ് പറഞ്ഞു, യോസപ്പേ, കുറേ ദിവസമായി എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, എനിക്ക് ഉണ്ണാൻ കഴിയുന്നില്ല, എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല. ഈ കൊട്ടാരത്തുള്ള സകലവന്മാരെയും വിളിച്ചിട്ട് ഞാൻ കണ്ട സ്വപ്നത്തിൻ്റെ പൂർണ്ണതയൊന്ന് പറയാൻ പറഞ്ഞിട്ട് ഒരുത്തന്മാരെ കൊണ്ടും കഴിയുന്നില്ല. എല്ലാവൻ്റെ തല വെട്ടി ഞാൻ കാക്കയ്ക്കും കഴുകി എറിഞ്ഞു കൊടുക്കും. നിന്നെ കൊണ്ട് കഴിയുമെങ്കിൽ നീ പറ. യോസഫ് പറയുക, രാജാവേ, എനിക്ക് 2 ദിവസം സമയം താ, ഞാൻ പറയാം. യോസഫ് പറഞ്ഞു. സ്വത്രം. അത് കേട്ട മാത്രയിൽ യോസഫിനെ കെട്ടിപ്പിടിച്ച്, എൻ്റെ ഭാഷയാണേ പറയുന്നത്, അങ്ങനെയൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല, യോസഫിനെ കെട്ടിപ്പിടിച്ച് കുറേ നേരം ആ രാജാവ് പൊട്ടിക്കരഞ്ഞു കാണും. സ്വത്രം. എന്നിട്ട്, മോനെ, നീ പറഞ്ഞത് ശരിയാടാ, അതുകൊണ്ട് ആ രാജസ്ഥാനത്ത് നീ തന്നെ നിന്ന് സ്വത്രം സകല കാര്യങ്ങളും നീ ക്രമീകരിച്ച് എൻ്റെ ജനത്തിന് കൊടുക്കണം. സ്വത്രം. യോസഫേ, നമുക്ക് യോസഫിനോട് ചോദിക്കാം, യോസഫേ, നീ എവിടുന്ന് വന്നതാ? സ്വത്രം. അടിമച്ചന്തെന്ന് വന്നവനല്ലേ? എന്നിട്ട് കൊട്ടാരത്തിൽ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിഞ്ഞോ? അവിടെ പോലും തന്നെ നടത്താതെ കുറേ വർഷങ്ങൾ നീ കാരാഗ്രഹത്തിൽ കിടന്ന് കരഞ്ഞില്ലേ? അന്നൊന്നും നിന്നെ തേടി വരാൻ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം നിന്നെ തേടി വന്നത് ആരാടാ മോനെ? സ്വത്രം. അപ്പനാണോ? അല്ല. അമ്മയാണോ? അല്ല. പ്രജകളാണോ? അല്ല. പിന്നെ ആരാ? രാജ്യം ഭരിക്കുന്ന രാജാവാ നിന്നെ തേടി വന്നത്. അങ്ങനെങ്കിൽ ഇനി നീ ദാസനല്ല, നീ യജമാനനാ. ദൈവ പൈതലേ, ഇക്കാലം ഇത്രയും നീ ദാസിത്വത്തിൻ്റെ അനുഭവത്തിൽ നിന്നെങ്കിൽ ഇപ്പോൾ നീ രാജപദവിയിലേക്കാണ് വന്നിരിക്കുന്നത്. അതാ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗം സ്വന്തം ജനമാക്കി കർത്താവ് നിന്നെ മാറ്റിയിരിക്കുന്നത്. സ്വത്രം. അതുകൊണ്ട് നീ ഇനി അടിമനുമുഖത്തിൽ കുടുങ്ങി വീണു പോകാതെ ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നുവോ അത് പ്രകാരം നീ ജീവിച്ചാൽ, സങ്കീർത്തനം 91:16 പറയുന്നു, ദീർഘായുസ് കൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തും, എൻ്റെ രക്ഷയെ ഞാൻ നിനക്ക് കാണിച്ചു തരും. സ്വത്രം. മരിച്ചുപോയി, ഇനി അവനില്ല, അവൻ്റെ പേരില്ല, ഇനി അവനില്ല എന്ന് പറഞ്ഞ് അപ്പൻ ദേ ഒരു രഥവും കുതിരയും വരുന്ന കണ്ടപ്പോൾ കണ്ണു തുറന്നൊന്ന് നോക്കി. കണ്ണ് കാണാൻ വയ്യാതെ വാർദ്ധക്യത്തിലായിരിക്കുന്ന അപ്പൻ്റെ കണ്ണു തുറന്നു. ആര് തുറന്നു? സൈന്യങ്ങളുടെ ദൈവമായ യഹോവ. സ്തോത്രം. നിന്നെ തകർക്കുമെന്ന് പറഞ്ഞവൻ്റെ കണ്ണു മങ്ങിയാലും നീ തകർന്നു കിടക്കുന്നത് ഞാൻ കാണുമെന്ന് പറഞ്ഞവൻ്റെ കണ്ണു തുറന്ന് നീ അനുഗ്രഹിക്കപ്പെട്ടത് കാണാൻ പോവുക. നിന്നെ ഒതുക്കിയവർ, നിന്നെ തകർക്കാൻ കൂട്ടുനിന്നവർ, നിന്റെ തലമുറയെ ശപിച്ചവർ നിന്റെ ഉയർച്ച കണ്ട് തല കുനിക്കാൻ പോവുക. നിന്റെ നന്മ കണ്ട് അവൻ്റെ തല താഴാൻ പോവുക. ഇന്ന് പകൽക്കാലം വിശ്വസിക്ക് കുഞ്ഞെ, ദൈവത്തിൽ ആശ്രയിച്ച് ദൈവവചനപ്രകാരം നീ അവനെ പിൻപറ്റിയാലുണ്ടല്ലോ, നിന്റെ വഴിയിൽ ഒരു ശത്രു നിൽക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അവൻ നിന്റെ മേൽ പ്രസാദം ചൊരിയും. അപ്പൻ പറയുക, എൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ചില വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ആ വാഗ്ദത്തം മാറിപ്പോയില്ല. ദൈവം തന്ന ദർശനം മങ്ങിപ്പോയില്ല. അപ്പൻ മറന്നു, കൂടപ്പറപ്പുകൾ മറന്നു, പക്ഷേ ദൈവം മറന്നില്ല. കാരണം ദർശനത്തിന് അവധി വെച്ചവൻ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവന്നെങ്കിൽ ഈ നല്ല പകൽക്കാലം പറയട്ടെ, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാകുഞ്ഞേ. ആരൊക്കെ ആ വിശ്വസ്തത തകർക്കാൻ ശ്രമിച്ചാലും നിന്നെ എൻ്റെ ദൈവം കൈവിടത്തില്ല. കാരണം എൻ്റെ ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്, നിന്റെ കുടുംബത്തെ ആവശ്യമുണ്ട്, നിന്റെ കുഞ്ഞുങ്ങളെ ആവശ്യമുണ്ട്. അതുകൊണ്ട് യോശുവ പറഞ്ഞതുപോലെ, എന്തെല്ലാം പ്രതികൂലങ്ങൾ ഞങ്ങൾ കണ്ടു, എന്തെല്ലാം പ്രതിസന്ധികൾ ഞങ്ങൾ കണ്ടു, എങ്കിലും മരുഭൂമിയിൽ വെള്ളമില്ലാത്ത സ്ഥലത്ത് ഞങ്ങൾക്ക് വെള്ളം തന്നവൻ, ആഹാരമില്ലാത്ത സ്ഥലത്ത് ആഹാരം തന്നവൻ ഞങ്ങൾക്ക് അന്ത്യത്തോളം വിശ്വസന. അതുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ലോകത്തിൽ ആരെയും സേവിക്കത്തില്ല, സൈന്യങ്ങളുടെ യഹോവയെ സേവിക്കും. അതുകൊണ്ട് യോശുവയ്ക്ക് സർവശക്തനായ ദൈവം സകലതും നീതിയായി കണക്കിട്ടെങ്കിൽ ഈ നല്ല പകൽക്കാലം പറയട്ടെ,
എല്ലാവരും മറന്നാലും എല്ലാം മറന്നാലും നിന്നെ മറക്കാത്ത കർത്താവ് നിന്നെ ഓർത്ത് നിൻ്റെ മേലുള്ള വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണം തന്ന് നിന്നെ മാനിക്കാതെ ഈ ഭൂമി നിന്ന് നിത്യത്തിലേക്ക് നിന്നെ എടുക്കത്തില്ല. സ്തോത്രം. വിശ്വസിക്ക് കുഞ്ഞെ, ഈ കാലം മാറും, ഈ കഷ്ടത നീങ്ങും, ഈ കണ്ണുനീരും മാറും. ആണ്ടുകൾ കഴിയും മുമ്പേ ജീവിപ്പിക്കാമെന്ന് പറഞ്ഞവൻ ഇറങ്ങി വരും. അത് നിൻ്റെ അനുഗ്രഹമായിട്ടാ, അത് നിൻ്റെ നന്മയുമായിട്ടാ. നിന്റെ കണ്ണുനീര് തുടച്ചുകൊണ്ടാണ് വരാൻ പോകുന്നത്. നിന്റെ നിന്ന മാറ്റിക്കൊണ്ടാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് വിശ്വസിക്ക് കുഞ്ഞെ, ആരും സഹായമില്ല. എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുമ്പോഴും എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്ന് പാടിയ ഭക്തൻ്റെ പാട്ടിൻ്റെ ആ ഈരടികളൊന്ന് ഓർക്കണം. അങ്ങനെങ്കിൽ ആരും സഹായിപ്പനൽ യോസേപ്പിൻ്റെ മുമ്പിൽ സ്വർഗമിറങ്ങുന്ന വാഗ്ദത്തത്തിൻ്റെ പൂർണ്ണത വെളിപ്പെടുത്തെങ്കിൽ നിൻ്റെയും എൻ്റെയും ആഗ്രഹത്തിന് പുറവിൽ സ്വർഗത്തിൽ അപ്പൻ്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുക. നീ ഞാനും കണ്ട ദർശനത്തിൻ്റെ പൂർണ്ണത അത് വരാതെ ഇരിക്കണമെന്ന് ശത്രു വാദിച്ച് വിളിച്ചുയർത്തുമെങ്കിൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, അത് നീ പ്രാപിക്കും, അത് നീ കാണും, അത് നീ ലോകത്തോട് വിളിച്ചു പറയും, എന്നെ ശക്തനാക്കിയ എൻ്റെ കർത്താവാണ് സകല നന്മയ്ക്കും പൂർണ്ണൻ. അങ്ങനെയാണെങ്കിൽ ആ കർത്താവിനെ പിൻപറ്റിയാൽ നീ നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുമെന്ന് നിൻ്റെതാവിൽ നിന്ന് പറയേണ്ടതിന് നിന്നെ അനുഗ്രഹിപ്പാൻ എൻ്റെ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ട്. അവിശ്വാസം കൂടാതെ വിശ്വാസത്തോടെ കർത്താവിനെ പിൻപറ്റാം. ഈ വചനങ്ങളെ സ്വർഗം നമ്മെ അനുഗ്രഹിക്കട്ടെ.